കോഴിക്കോട്ടുകാരുടെ സ്വന്തം മാമുക്കോയ. കോഴിക്കോട് കോർപ്പറേഷനിലെ അരക്കിണറിലാണ് മാമുക്കോയുടെ വീട്. സ്വന്തം കോർപ്പറേഷനെ പറ്റി മാമുക്കോയ വിലയിരുത്തുന്നു. കോഴിക്കോട് കോർപ്പറേഷൻ കാണണം. കോഴിക്കോട് നമ്മളെ നാടാണ്. കോർപ്പറേഷൻ്റെതായ ഒരു സ്റ്റാൻഡേർഡിലേക്ക് കോഴിക്കോട് ഇനിയും കുറേ വളരാനുണ്ടെന്നാണ്. മാറി മാറി അവസരം കിട്ടുന്ന കക്ഷികളാണെങ്കിൽ അവർ നമ്മൾ അടുത്ത പ്രാവശ്യം നിലനിൽക്കാൻ വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്ത് മത്സരിക്കും. അതില്ല. ഇതിപ്പം 30-35 കൊല്ലത്തായി ഈ ഇടതുപക്ഷം ഭരിക്കുന്നു. ഞാൻ ഒരു പക്ഷത്തെ കുറ്റം പറയല്ല, പക്ഷെ പോരായ്മകൾ നമുക്ക് പറയാം. എൻ്റെ നാടല്ലേ, അതിന് ഞാൻ കണ്ടത് പറയണ്ടേ. ഒരു കൊല്ലത്തിൽ ഒരു പ്രശ്നം പരിഹരിച്ചിരുന്നെങ്കിൽ ഈ 40 പ്രാവശ്യമായിട്ട് കോഴിക്കോടിൻ്റെ എല്ലാ പ്രശ്നം പരിഹരിച്ച് ഭംഗിയാക്കായിരുന്നു. ഇപ്പം മാമുക്കോയ കണ്ട ഒരു നേട്ടം എന്താണ്? ഒന്നും പറയാനില്ല. കോർപ്പറേഷൻ്റേതായിട്ടുള്ള സംഭാവന ഇതൊന്നും പറയില്ല. അതുതന്നെ ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ചെറിയ ഒരു റോഡിന് ഒരു കലാകാരൻ്റെ ആ പ്രദേശത്തുള്ളൊരു വ്യക്തിയുടെ പേരിടണമെങ്കിൽ അത് കിട്ടില്ല. അതിന് ഇവിടുത്തെ കലാകാരന്മാർ, സാഹിത്യകാരന്മാർ, സാംസ്കാരിക പ്രവർത്തകരൊക്കെ മുറവിളി കൂട്ടി കൈയും കാലത്ത് അടിച്ച് 5 കൊല്ലം കഴിഞ്ഞാൽ ചിലപ്പം വേറെ ഏതെങ്കിലും ഒരു ഇടവഴിക്ക് കൊണ്ടുവരും. ഇനി വരുന്നൊരു കക്ഷികൾക്ക് മുന്നിൽ വെക്കാനുള്ളത് എന്താണ്? എന്തൊക്കെ ചെയ്യണം എന്നുള്ള കക്ഷികൾക്ക് മുമ്പ് ഞാൻ അങ്ങോട്ടൊക്കെ കക്ഷികൾ ഇങ്ങോട്ട് വെച്ചിട്ട് അത് ന്യായമാണെങ്കിൽ അവരോട് സഹകരിച്ചാൽ വോട്ടേ ചെയ്യല്ലേ. അപ്പോൾ നമുക്ക് ശരിക്കും വേണ്ടത് ഒരു കോർപ്പറേഷനൊക്കെ ആണെങ്കിൽ ഒരു ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതികളും അതെങ്ങനെ പ്രാവർത്തികമാക്കാമെന്നുള്ള ആദ്യം ചിന്തകളൊക്കെയാണ് വേണ്ടതല്ലേ. പിന്നല്ലാതെ ശ്വസിക്കാനുള്ള നല്ല വായുവില്ല, കുടിക്കാനുള്ള നല്ല വെള്ളമില്ല. ഇതൊക്കെ അല്ലാതെ ജനങ്ങൾ കൂടുതൽ രോഗികളായിക്കൊണ്ട് പോവുക. വ്യക്തിപരമായിട്ട് ആർക്കെങ്കിലും വോട്ട് ചെയ്യാറുണ്ടോ? അങ്ങനെ ഒരു വ്യക്തിബന്ധത്തിനെടുപ്പ് ചെയ്യുള്ളൂ. ഒരു പാർട്ടി കേട്ടിട്ടൊന്നും ചെയ്യാം. പാർട്ടി അവരെ താല്പര്യമാണ്. പാർട്ടി പറഞ്ഞാലും ആ വ്യക്തി കൊള്ളാമോ എന്നൊക്കെ നോക്കും. ഇപ്പം അങ്ങനെ ചെയ്യാൻ പറ്റിയ ആളുകളൊന്നും കാണുന്നില്ല, ഇല്ല.